സ്റ്റെൻസിലാവോസ് ചേട്ടൻ ഫ്യൂവൽ ഫിൽ ചെയ്യാ. അപ്പൊ പപ്പയെ കൂട്ടാതെയാണോ നീ പോണേ? എടാ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പപ്പയെ ഹേർട്ട് ചെയ്യരുതെന്ന്, പപ്പയുടെ കൂടെ പോകാവൂന്ന്. പപ്പയുടെ കൂടെ തന്നെയാ പോന്നെ. ശരിക്കും? പാവം, നീ അത്രയ്ക്ക് ഹേർട്ട് ചെയ്തിട്ടും പപ്പ വന്നല്ലോ. അതാണ് നിന്റെ പപ്പയുടെ ഗ്രേറ്റ്നെസ്. ദേ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഇല്ലെങ്കിൽ ആരാ എന്ത് എവിടെ നിന്ന് ചോദിച്ചോണ്ടിരിക്കും. ബൈ. വണ്ടി ഞാൻ ഓടിച്ചോട്ടെ? അതിന് പരിപാടി ഇന്നാണ്, അടുത്ത ആഴ്ചയല്ല. പുറകെ കയറിയാ മതി. ഓ ഹലോ വിക്രമ. മുതലാളി രാജപ്പം പിന്നെ കാല് മാറിയിട്ടാ. മംഗലാപുരത്തുള്ള ഏതോ ഒരു വരുത്തനവൻ കച്ചവടം ഉറപ്പിച്ചെന്ന്. ആ റസാക്കില്ലേ അവിടെ? മുതലാളി ഒരു 5 പേരെ കൊണ്ട് വന്നാ മതി. അതല്ല, 5 മിനിറ്റത്തെ കാര്യമുള്ളൂ വരാൻ പറയാൻ. സോറി, ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ, ഇവിടം വരെ ഒന്ന് വന്നാ മതി. മുതലാളിയെ കണ്ട് ഉമ്മാരി ചെതറിക്കോളും. എടാ പറഞ്ഞാ മനസ്സിലാവൂലേ? ഞാൻ ആദ്യം അങ്ങോട്ട് തിരുവനന്തപുരത്ത് പോയിക്കൊണ്ടിരിക്കുക. അയ്യോ, ഇത് കഴിഞ്ഞിട്ട് മുതലാളി തിരുവനന്തപുരത്തേക്ക് പോയിക്കോ. മുതലാളി വന്നൊന്ന് സ്റ്റാർട്ട് ഇട്ട് തന്നാ മതി, ബാക്കി റസാക്ക് ഫിനിഷ് ചെയ്തോളൂ. ഞാൻ ഒറ്റയ്ക്കോ? ആ മുതലാളി, ഒരു ഐഡിയ. ആദ്യം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയിക്കോളാം. അതിൽ ഇന്നലെ തിരുവനന്തപുരത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നത്. ആദ്യം ഒരു 10 മിനിറ്റ് നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട്. പപ്പ, നമുക്ക് 6 മണിക്ക് എത്താനുള്ളതാ. അതൊക്കെ എത്താടാ. ഇനി കാര്യങ്ങളൊക്കെ നീ വണ്ടി തന്നെ ഇരുന്നാ ഞാനിപ്പോ വരാം. പപ്പ, നമ്മൾ സമയത്തിനെത്തില്ലേ? പിന്നെ എത്താതെ നീ വാച്ച് നോക്കിയിരുന്നോ? 10 മിനിറ്റ് കഴിയുമ്പോ നമ്മൾ പുറപ്പെട്ടിരിക്കും. മോലാലി, ആക്ച്വലി സ്ഥലം നമ്മളാണ് ആദ്യം നോക്കി വെച്ചത്. നിങ്ങൾ നോക്കി വെച്ചെങ്കിൽ അത് അപ്പോൾ ഉറപ്പിക്കണമായിരുന്നു. വേറെ ആൾ അഡ്വാൻസ് കൊടുത്തിന്റെ മോളിൽ കൂടെ കൊടുക്കല്ലേ വേണ്ടത്. അവര് നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന മുതലാളി. മംഗലാപുരം ഞങ്ങൾ വന്നതേ ഈ സ്ഥലം മേടിക്കാൻ കൊടുക്കാനാ. ആ താൻ മേടിക്കും, ഞാൻ കൊടുക്കുകയും ചെയ്യും. പേടിപ്പിക്കല്ലേ? പേടിപ്പിച്ച എന്ത് ചെയ്യണം? ഹലോ, എവിടെ എത്തി? ഞങ്ങളിപ്പോ പപ്പന്റെ ഒരു ബിസിനസ് ഡീലിന് വേണ്ടി വന്നിരിക്കാം. ഇതിനിടയ്ക്ക് എന്ത് ബിസിനസ് ഡീൽ? അടി കൊടുക്കല് തന്നെ, അതല്ല പപ്പയുടെ മെയിൻ ബിസിനസ്. എന്നിട്ട് 10 മിനിറ്റ് എന്ന് പറഞ്ഞു പോയതാ, ഇപ്പൊ തന്നെ 1.5 മണിക്കൂറായി. ആ ബിസിനസ് തുടങ്ങി, ഇനി 10 മിനിറ്റിനുള്ളിൽ തീരും. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ചെറ്റ. നീ ഇനി സ്ഥലക്കച്ചവടം ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. ഈ പെട്ടിക്കകത്ത് എന്താ ഡ്രസ്? അത് ഈ പെട്ടിക്കകത്തല്ലേ? ഈ പെട്ടിക്കകത്ത് എന്താണ്? അതിന്റെ അകത്ത് മോലാലിന്റെ ഡ്രസ് തന്നെ. അതെന്താ ഇതിന് മാത്രം ഡ്രസ്? ഒരു ദൂരെ യാത്രക്ക് പോവുമല്ലേ, ഇനി എത്ര വട്ടം മാറുന്നു ആർക്കും അറിയില്ലല്ലോ. പപ്പ, ഡ്രസ് ഒന്നും മാറണ്ട, ഇനി പോയിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ 2 മണിക്കൂർ ലേറ്റ് ആയി. നമ്മളവിടെ എത്തണമെങ്കിൽ വല്ല ഹെലികോപ്റ്ററിൽ പോണം. എന്താ മുതലാളി? ഒരു ഹെലികോപ്റ്റർ കിട്ടും. ഹെലികോപ്റ്ററോ? എന്തിനാ? മരുന്ന് കളിക്കാനാ? മരുന്ന് കളിക്കുന്നാലും വേണ്ടില്ല, എനിക്കും അധികം തിരുവനന്തപുരത്ത് പോകാനുള്ളതാ. വേഗം വേണം. ഇവിടെ ഇറക്കണ്ട, നമ്മുടെ ഹൈവേയിലുള്ള പോലീസ് മൈതാനമില്ലേ, അവിടെ ഇറക്കിയാൽ മതി. നല്ല കാർമേഘം ഉണ്ട്. ഹെലികോപ്റ്റർ ഒന്നും കാണാൻ പറ്റുമോ? അവൻ മോളിൽ നിന്ന് വിളിക്കൂലല്ലേ. ഹലോ, നിങ്ങൾ പോയോ? എവിടെ? വെയിറ്റിംഗ് ആണ്. ഇനി വെയിറ്റിംഗോ? ഇപ്പൊ തന്നെ 2 മണിക്കൂർ ലേറ്റ് ആയി. ഇനി ഇപ്പൊ എത്തണമെങ്കിൽ പറക്കണം. പറക്കാൻ തന്നെയാ പരിപാടി. ഞങ്ങൾ ഹെലികോപ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. ഹെലികോപ്റ്ററോ? റിയലി? ഹെലികോപ്റ്റർ എത്തി. അബ്ദുൽ റസാഖ്, ഇവിടെ ഇറക്ക്, ഇവിടെ ഇറക്ക്, ഇവിടെ ഇറക്ക്. അബ്ദുൽ റസാഖ് ഹെലികോപ്റ്റർ കൊണ്ട് എത്തിയിട്ടുണ്ട്. ഈ ഫോൺ വെക്കി, ഞാൻ ഇതിൽ കേറിയിട്ട് വിളിക്കാം. റസാഖ്, ഇവിടെ ഇറക്ക്, ഇവിടെ ഇറക്ക്. എടാ പോത്തെ റിവേഴ്സ് അടിക്കടാ. ഷോ, അവന്റെ ഒരു ലക്ക്. മുതലാളി, ആ മണ്ടൻ റസാഖ് നമ്മളെ കേട്ടത് തിരുവനന്തപുരത്തേക്ക് ഒറ്റയ്ക്ക് പോണാണ്. കണ്ടാ ദേവൻ വിളിക്കണ്. എടാ റസാഖ്, നീ എങ്ങാനാണ് ഈ പോണത്? തിരിച്ചു വാ, തിരിച്ചു വാ. തിരിച്ചു വരാനോ? എടാ ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. ഇങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് നീ അങ്ങോട്ടാണല്ലോ പോകുന്നത്. ആംബുലൻസ് വരുന്നു, മാറി നിൽക്ക്. ഞാൻ നിങ്ങളുടെ വണ്ടി കണ്ടു. വണ്ടി കണ്ടിട്ട് നീ എങ്ങോട്ടാണ് ഈ പോണത്? ഇങ്ങോട്ട് വരാത്ത എന്താണ്? എവിടെ എത്തിന്ന്? എവിടെ എവിടെ എത്തിന്നാ പറയണത്? നിൽക്കുന്നത് കണ്ടൂടെ? എന്താടാ ഇത്? ആ ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ചവ വണ്ടി കൊണ്ടാ വന്നേക്കണ ചവമ്മേ. എടാ ഇപ്പൊ കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും സ്പീഡുള്ള ഹെലികോപ്റ്ററാണിത്. ആദ്യം പറഞ്ഞപ്പോ സമ്മതിച്ചില്ല, പക്ഷെ 2 കൈമടക്ക് കൊടുത്തപ്പോ അവൻ സമ്മതിച്ചു. ഇല്ലടാ. 6 മണി എന്നല്ലേ പറഞ്ഞത്? ഒരു 5:30 എത്തിയ കുഴപ്പമുണ്ടോ? 5:30 പറ്റില്ല, 6 മണിക്ക് എത്തിക്കണം. 6 മണിക്ക് എത്തിക്കില്ലടാ. സംസാരിച്ച സമയങ്ങളണ്ട. എല്ലാരും കയറി. ഞാൻ റസാഖിക്കയുടെ കൂടെ കയറിക്കോളാം. നീ വണ്ടി ഒതുക്കിയിട്ടിട്ട് പുറകെ കയറി.
ഹെലികോപ്റ്ററിൽ കയറിയോ? പിന്നെ ഞങ്ങൾ എല്ലാരും ഇപ്പൊ പറക്കാണ്. എല്ലാരും? ആരൊക്കെ? കേക്കണോ? ഹലോ, ഞാൻ അബ്ദുറസാഖാണ്. ഞാൻ സ്റ്റെൻസിലാവോസ്, ശരിയല്ലേ? ആ ശരിയാണ്. എന്താ കേട്ടോ? ഹെലികോപ്റ്ററിനകത്ത് ഫോൺ സിഗ്നൽ കിട്ടുവോ? അപ്പൊ നിങ്ങൾ മേളിൽ എത്തിയില്ലേ ഇതുവരെ? ഞങ്ങൾ എത്തിയിട്ടില്ല, പക്ഷെ ഒരാള് നേരത്തെ മുകളിൽ എത്തിയിട്ടുണ്ട്. അയാളെ കൊണ്ടാ ഞങ്ങൾ പോകുന്നത്. മേളിന് താഴെ എത്തിയതാ. അപ്പൊ നിങ്ങൾ എന്താ മേളിൽ എത്താത്തെ? സമയായിട്ടില്ല, കുറച്ച് കഴിയുമ്പോ ഒന്ന് വിളിച്ചോക്ക്. അപ്പൊ ഞങ്ങളെ കിട്ടിയില്ലെങ്കിൽ വിചാരിച്ചോ ഞങ്ങള് മുകളിലെത്തിന്ന്. ശരിയല്ലേ? നിങ്ങളുടെ ആരാണിത്? ഇത് അളിയൻ, ഇത് പെങ്ങള്. ഇത് പെങ്ങളാ? ഇതെന്റെ അളിയനാണ്. ആ, ഇവിടുന്നായിരുന്നല്ലേ? എന്താ പറ്റിയത്? ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാ ചേട്ടാ? ഓ, ഇത് ഇവിടുന്നായിരുന്നോ? എന്ത് പറ്റിയാ മരിച്ചത്? ഞങ്ങള് വെള്ളം അടിച്ചു വരുമ്പോ അളിയൻ ഒരു കരിക്ക് കുടിക്കണമെന്ന് തോന്നി. നേരെ കരിക്കിടാൻ വേണ്ടി തെങ്ങ കയറിയതാ. ആ, കള്ളു കുടിച്ച് തെങ്ങേക്കറി പിടിവിട്ട് കാണും അല്ലേ? ഏയ്, ഇങ്ങനെ ഒരു പിടി പിടിച്ചാൽ ചത്താലും പിടിവിടാത്ത ആളാ. ഇപ്പൊ തന്നെ കിടപ്പിന് നോക്കി പിടിവിട്ടിട്ടില്ല. ആ ശരിയാണല്ലോ. പിന്നെ എന്താ പറ്റിയത്? കേറി കേറി മോളിൽ ചെന്നപ്പോ തെങ്ങീർന്നു പോയി. തെങ്ങ് തീർന്നു പോയ? ആ, ഇടിവെട്ട് കൊണ്ട് മണ്ട പോയ തെങ്ങായിരുന്നേ. തപ്പി 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 മേളിലേക്ക് നേരെ താഴേക്ക് പോയി. എന്നിട്ട് ആളെന്തേ? ആളാ ഇപ്പൊ പാലക്കാട് തഹസിൽദാര്. ഉദ്ഘാടനം ചെയ്യുന്നതിനായി സുപ്രസിദ്ധ സിനിമാ താരം മിസ് റാണി കബീർ ഏതാനും മിനിറ്റുകൾക്കകം എത്തിച്ചേരുന്നതാണ്. അയ്യോ വേണ്ട സാറേ. മേടിച്ചോ, താൻ ഫ്രീ ആയിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? എന്നാ, ഇവിടം വരെ ഞങ്ങളെ കൊണ്ട് ആക്കി തന്നതിന് വലിയ ഉപകാരം. അയ്യോ സാറേ, ഞങ്ങൾ അങ്ങോട്ടല്ലേ നന്ദി പറയണ്ട്. രാത്രി 7:00 തന്നെ ഞങ്ങള് 5:30 എന്നെ എത്തിച്ചില്ലേ? ഇതുപോലെ 1/2 മണിക്കൂർ മുമ്പ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ജീവൻ ഇങ്ങനെ മരിക്കില്ലായിരുന്നു സാറേ. ഇങ്ങനെ മരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചേനെ. കൃത്യസമയത്ത് ആംബുലൻസ് കിട്ടിയില്ലായിരുന്നെങ്കിൽ മുതലാളി എന്നെ കൊല്ലില്ലേ? ഇല്ലേ മുതലാളി? വാ, വാ. വിഷമമുള്ളോണ്ട് ചോദിക്ക, കുട്ടി മാരീഡ് ആണോ? മാരീഡായി കിടക്കണം. ആണോ? കേറി കിടക്കുന്ന അമ്മേ. അല്ല പിന്നെ വെൽക്കം മിസ് റാണി കബീർ. ഹലോ മിസ് റാണി കബീർ. ഇതാരാടാ ഇത്? ഇതാണ് മുതലാളി വാണി മുഖർജി. ഇതാണ്? ഒന്ന് മറിക്കും, ഒന്ന് മറിക്കും, ഒന്ന് നോക്കട്ടെ. അയ്യോ, കൂടെ കൂടെ പോകാൻ പാടില്ല. മിസ് റാണി കബീർ, നിങ്ങൾ പ്രണയത്തിലാണെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. ഇത് സത്യമാണോ? അത് ആരാണെന്ന് വെളിപ്പെടുത്താമോ മാഡം? സിനിമാ ഫീൽഡിലുള്ള ആരെങ്കിലും ആണോ? ശരിയാണ്, ഞാൻ ഒരാളുമായി പ്രണയത്തിലാണ്. സിനിമയുമായി അദ്ദേഹത്തിന് ബന്ധമൊന്നുമില്ല. ഈസ് എ ബിസിനസ് മാൻ ആൻഡ് എ വിഡോവർ. ഒരു കുട്ടിയുണ്ട്. അവിടെ വഴിയില്ല. ഇവിടെ കൂടെ പോകാൻ പാടാ. ഇവിടെയൊന്നും ശരിക്കും ഹെലികോപ്റ്റർ വേണ്ടത്. അങ്ങോട്ട് പോകാനും വഴിയില്ലല്ലോ. നീ എന്ത് ചെയ്യും? അത് ആരാണെന്ന് പറയൂ മാഡം. മലയാളിയാണോ? വിവാഹം ഉടനെ ഉണ്ടാകുമോ മിസ് റാണി കബീർ? അതിനെന്താ, നമുക്ക് ഇതിനകത്തൂടെ അകത്തോട്ട് കിടക്കാം. നീ വാ. ആ കുത്തി കൊണ്ടല്ലേ? മിസ് റാണി കബീർ പറയൂ പ്ലീസ്. ഈ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും പിന്നാലെ വരുന്നുണ്ട്. ഓക്കെ, ബൈ. പിന്നാലെ വരുന്നു എന്ന് പറഞ്ഞ ആള് ദേ വരുന്നു. ഇത് കൊച്ചിയിലെ ഭാസ്കർ മുതലാളിയല്ലേ? ഇതാണോ കക്ഷി? ആ തിരുവനന്തപുരത്ത് ഇറങ്ങി. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് വ്യവസായ പ്രമുഖനും ബാങ്കർ ശ്രീ ശങ്കരനാരായണന്റെ മകനുമായ മിസ്റ്റർ ഭാസ്കർ ആണ്. ഇദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ഭാസ്കർ മുതലാളി. നമസ്കാരം. സോറി മാഡം, അദ്ദേഹം കൂടെ ഒരുമിച്ച് പോവാം. യുവാക്കളുടെ ഹരമായ റാണി കബീർ ഇപ്പോൾ നിങ്ങളുടെ ഹരമാണെന്ന് പറയുന്നത് ശരിയാണോ? റാണിക ബിയറിനെ കുറിച്ചാണ് ചോദിച്ചത്. നമ്മൾ എന്തിനു മറച്ചു വെക്കണം? തുറന്നു പറ. ഇവരിതെങ്ങനെ അറിഞ്ഞു? ഇവർക്ക് ഇത് തന്നെ പരിപാടി. ശരിയാണ്. ഇന്നലെ ഫുൾ നൈറ്റ് ഉണ്ടായിരുന്നു കൂടി പറ മുതലാളി. റാണി കബീർ എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ ഇഷ്ടമാണോ? ആദ്യമൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അങ്ങനെ മനോവിഷമം വരുമ്പോഴൊക്കെ മുതലാളി എന്നെ വിളിച്ച് പറയും. ഏത് പാതിരാത്രിയാണെങ്കിലും ഞാൻ പോയി തപ്പിപ്പിടിച്ച് രഹസ്യമായിട്ട് റൂമിലെത്തി. വലിയ മുതലാളിക്ക് ഇതൊക്കെ അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഭാര്യ മരിച്ചത് അതല്ല മുമ്പ് പറഞ്ഞത്. ഇനി അത് പിന്നെ ചോദിച്ചു മുതലാളി വിഷമിപ്പിക്കാന്ന് മാറണേ. മുതലാളി വന്നവരോട് ഇനി ആരെങ്കിലും ചോദിച്ചാൽ മൈക്കും ചോദിച്ചു ക്യാമറയിൽ ഞാൻ തുപ്പി വെക്കും. ഹായ്. ഹായ്.
മാഡത്തിന്റെ അടുത്ത് തന്നെ ഇരിക്കണം. അല്ല, ഞങ്ങളിവിടെ- നിങ്ങൾ രണ്ടുപേരും മേഡത്തിന്റെ കൂടെ തന്നെ ഇരിക്കണം. വരൂ. Dear friends, this year we have very special guest for Hi. 81st 2015. What's your name? ആദി, There is none other than can I take a selfie with you? actress Oh, sure. Ms. Rani Thank you. Kabir. I cordially invite Ms. Thank you so Rani much. Kabir Okay. for inaugural address. Ma'am, please. Good evening. It's an absolute pleasure to be here. I really like to thank the organizers for having me here. Also, I appreciate the Hello? effort of. എടാ നിന്നത്തെ ടി വി കാണിക്കുന്നു, കാണാവോ? It's such a brilliant thought. ഞാനിപ്പോ റാണി കപൂറിനോട് സ്റ്റേജിലിരിക്കാ. ഞാൻ സെൽഫി ഒക്കെ എടുത്തു. അപ്പൊ ഈ പറയണൊക്കെ ശരിയാണോ? നിന്റെ പപ്പയാ ആ നടി റാണി കപീറിനെ കല്യാണം കഴിക്കാൻ പോണേ? ആര് പറഞ്ഞു? ഇത് ടി വിയിൽ പറയുന്നു. നീ ഫോണിൽ ന്യൂസ് വെച്ച് നോക്കിയേ. So, kids, this is a one-time opportunity. മാഡം പ്രണയത്തിലാണെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. ഇത് സത്യമാണോ? ശരിയാണ്. ഞാൻ ഒരാളുമായി പ്രണയത്തിലാണ്. യുവാക്കളുടെ ഹരമായ റാണി കപൂർ ഇപ്പോൾ നിങ്ങളുടെ ഹരമാണെന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്. റാണി കപൂർ എന്നാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്? എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം. അപ്പോൾ അന്നു മുതൽ തുടങ്ങിയ ഇഷ്ടമാണോ? നീ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു? ഇതൊക്കെ ന്യൂസാ പപ്പ. കേരളത്തിലെ പ്രമുഖ വ്യവസായിയും ബാങ്കർ ശങ്കരനാരായണന്റെ മകനുമായ ഭാസ്കറാണ് കാമുകൻ. ഭാസ്കറിന് നേരത്തെയുള്ള വിവാഹത്തിൽ ഒരു ആൺകുട്ടിയുണ്ട്. ഇരുവരും ഒരുമിച്ച് പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് റാണി കബീറും ഭാസ്കറും ചേർന്നാണ് അവരുടെ വിവാഹ വാർത്ത സ്ഥിരീകരിച്ചത്. Thank you. നല്ല സംഗീത കച്ചേരിയായിരുന്നു കേട്ടാ. ഇല്ലേ? സംഗീത കച്ചേരിയല്ലടാ, ശിങ്കാരി മേഡം. ഓ, എനിക്ക് രണ്ട് മാറിപ്പോയി. മുതലാളി, ഹലോ, അബ്ദുറസാഖേ, എന്തോ? നീ എവിടെയാണ്? ഞാനിവിടെ ഓഡിറ്റോറിയത്തിൽ തന്നെ ഉണ്ട്. അപകടമാണ്. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് എറണാകുളത്ത് എത്തണം. ഒരു വണ്ടി വേണം. ആംബുലൻസ് വേണ്ടി വരുമോ? മിക്കവാറും വേണ്ടി വരും. ഓക്കെ. ഈ പോഴത്തരം കാണിക്കാനാണോടാ രാവിലെ തന്നെ 2 പെട്ടി ഡ്രസ്സുമായിട്ട് ഈ കുരക്കന്മാരെ കൂട്ടി നീ ഇവിടുന്ന് പുറപ്പെട്ടത്? ഞാൻ പോയില്ലട്ടാ. നീ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ മല പറിച്ചതേ. പോയിന്ന് പറഞ്ഞാ മതിയായിരുന്നല്ലേ. ഉണ്ടല്ലേ. ഹലോ, ഞാൻ റാണി കബീർ മേഡത്തിന്റെ മാനേജറാണ്. ഭാസ്കർ മുതലാളി ഉണ്ടോ? ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. മുതലാളി നല്ല ടെൻഷനില്ല. പിന്നെ വിളിക്കേ. എടാ, കാശുണ്ടാക്കാനും അടിയുണ്ടാക്കാനും അല്ലാതെ പിന്നെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? ഇതുപോലെ കുറെ വിട്ടിത്തങ്ങൾ കാണിക്കാനും. ഈ നാട്ടക്കേസിൽ എന്റെ പേര് വലിച്ചടിച്ച് മാനം കെടുത്തിയില്ലേ പത്രക്കാരും ചാനലുകാരും. നമുക്കൊരു തിരുത്തു കൊടുത്താലോ മുതലാളി? എന്ത് തിരുത്ത്? ഞാൻ ഇവന്റെ തന്തയല്ലെന്നോ? അയ്യേ, അത് വേണ്ട. ഇറങ്ങി പോടാ മാനപ്പെട്ടി കഴുതേ. എടാ, എവിടെ പോണു? അല്ല, പോകാൻ പറഞ്ഞ്. ഓഹോ, എന്തൊരനുസരണ! നീ ഡ്രൈവറാണോ പെണ്ണ് ബ്രോക്കറാണോ രാത്രി രഹസ്യമായി ഇവിടെ കൊണ്ട് ഇറക്കാൻ? അയ്യേ, ഞാൻ റാണിക ബിയറിന്റെ കാര്യമാണ് പറഞ്ഞത്. ബോധമുള്ള ആരെങ്കിലും ഒരു സിനിമ നടിക്ക് റാണി കബീർ എന്ന് പേരിടുവോ? അതല്ലേ കുഴപ്പമായത്? ഓ, റാണി കബീർ അല്ല, റാണി കബീർ. ഇതവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഹലോ, ഭാസ്കർ മുതലാളിയെ ഒന്ന് കിട്ടൂ. ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ആരാടാ അത്? ആ സിനിമാ നടിയുടെ മാനേജരാ. ഭാസ്കർ മുതലാളിയോടൊന്ന് സംസാരിക്കണമെന്ന്. ഇങ്ങോട്ട് വാ, ഞാൻ സംസാരിച്ചോളാം. മാഡം, ഫോൺ. ഹലോ. നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് സർ? എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാൻ. അതെ, ഞാൻ നിങ്ങളെ മുൻപ് കണ്ടിട്ട് പോലുമില്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു പച്ച കള്ളം പറഞ്ഞ് എന്നെ ഇത്ര ഉപദ്രവിച്ചത്? അയ്യോ കുട്ടി, ഞാനവന്റെ അച്ഛനാ, ബാങ്കർ ശങ്കരനാരായണൻ. അതെ, അവനൊരു അബദ്ധം പറ്റിയതാ. റാണിക ബീർ എന്ന് പറഞ്ഞൊരു ബീറുണ്ട്. അവൻ പറഞ്ഞതെല്ലാം അതിനെ കുറിച്ചാ. ഇനി പറഞ്ഞിട്ട് എന്താ? എന്നെ സ്നേഹിച്ച ആള് ഇതെല്ലാം വിശ്വസിച്ച് പിണങ്ങിപ്പോയില്ലേ? അയ്യോ, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഈ ഇഷ്യൂവിന്റെ പേരിൽ നിങ്ങളുടെ കല്യാണം ഒന്നും നടക്കാതിരിക്കില്ല. അത് ഞാൻ ഏറ്റു.